സംസ്ഥാനത്തെ കോവിഡ് ബാധയുടെ കാര്യത്തിൽ ഇന്നലെ പറഞ്ഞതിൽ കുറച്ചുകൂടി വ്യത്യാസം വരികയാണ്. കാരണം 600-ൻ്റെ തുടക്കത്തെക്കുറിച്ചായിരുന്നു പറഞ്ഞത്. പക്ഷെ അത് വേഗം തന്നെ മാറിയിരിക്കുകയാണ്. മാറൽ വർധനവാണെന്ന് മാത്രം. 600-ൽ നിന്ന് 700-നപ്പുറത്തേക്ക് പോകുന്ന നിലയായി. ഇന്ന് 722 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മാത്രമല്ല, ഇതേവരെ സംസ്ഥാനത്ത് രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 10,000 കവിഞ്ഞിരിക്കുന്നു. ഇത് 10,275 ഇന്ന് രോഗം ബാധിച്ചവരിൽ 157 പേർ വിദേശത്തു നിന്ന് വന്നവരാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 62 പേർ. സമ്പർക്കം വഴി 481. അതിൽ ഉറവിടമറിയാത്തത് 34. ആരോഗ്യ പ്രവർത്തകർ 12. BSF 5. ITBP 3. 2 മരണം ഇന്നുണ്ടായി. തൃശ്ശൂർ ജില്ലയിലെ തമ്പുരാൻപടി സ്വദേശി അനീഷ് 39 വയസ്സാണ്. കണ്ണൂർ ജില്ലയിൽ പുളിയനേമ്പ്രം സ്വദേശി 25 വയസ്സുള്ള മുഹമ്മദ് സലീഹ്. അനീഷ് ചെന്നൈയിൽ എയർ കാർഗോ ജീവനക്കാരനായിരുന്നു. സലീഹ് അഹമ്മദാബാദിൽ നിന്ന് വന്നതാണ്. രണ്ടുപേരുടെയും നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. 228 പേരാണ് രോഗമുക്തി നേടിയത്. പോസിറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 339, എറണാകുളം 57, കൊല്ലം 42, മലപ്പുറം 42, പത്തനംതിട്ട 39, കോഴിക്കോട് 33, തൃശ്ശൂർ 42, പത്തനംതിട്ട 39, കോഴിക്കോട് 33, തൃശ്ശൂർ 32, ഇടുക്കി 26, പാലക്കാട് 25, കണ്ണൂർ 23, ആലപ്പുഴ 20, കാസർഗോഡ് 18, വയനാട് 13, കോട്ടയം 13. ഇതിൽ 722-ൽ 339 തിരുവനന്തപുരത്താണെന്നർത്ഥം. നെഗറ്റീവായവരുടെ ജില്ല തിരിച്ചുള്ള കണക്ക്: തിരുവനന്തപുരം 1, കൊല്ലം 17, പത്തനംതിട്ട 18, ആലപ്പുഴ 13, കോട്ടയം 7, ഇടുക്കി 6, എറണാകുളം 7, തൃശ്ശൂർ 8, പാലക്കാട് 72, മലപ്പുറം 37, കോഴിക്കോട് 10, വയനാട് 1, കണ്ണൂർ 8, കാസർഗോഡ് 23. കഴിഞ്ഞ 24 മണിക്കൂറിനകം 16,052 സാമ്പിളുകൾ പരിശോധിച്ചു. 1,83,900 പേരാണ് നിരീക്ഷണത്തിലുള്ളത്. 5,432 പേർ ആശുപത്രികളിലുണ്ട്. 804 പേരെയാണ് ഇന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇപ്പോൾ ചികിത്സയിലുള്ളവർ
5372. ഇതുവരെ ആകെ 2,68,128 സാമ്പിളുകളാണ് പരിശോധനയ്ക്കായി അയച്ചത്. ഇതിൽ 7,797 സാമ്പിളുകളുടെ പരിശോധനാ ഫലം വരാനുണ്ട്. ഇതുകൂടാതെ സെൻറ്റിനൽ സർവൈലൻസിൻ്റെ ഭാഗമായി മുൻഗണനാ ഗ്രൂപ്പുകളിൽ നിന്ന് 85,767 സാമ്പിളുകൾ ശേഖരിച്ചു. അതിൽ 81,543 സാമ്പിളുകൾ നെഗറ്റീവാണ്. സംസ്ഥാനത്തെ ഹോട്ട്സ്പോട്ടുകളുടെ എണ്ണം 271. ഇപ്പോൾ സംസ്ഥാനത്ത് 10 ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകളാണുള്ളത്. ആകെ 84 ക്ലസ്റ്ററുകളുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത, ശ്രദ്ധയിൽപ്പെടാതെ രോഗവ്യാപനം നടക്കുന്ന ഇടങ്ങളും സംസ്ഥാനത്തുണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രദേശത്തെയും ആളുകൾ അതത് പ്രദേശങ്ങളിൽ രോഗികളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും സമൂഹത്തിൽ രോഗികളുണ്ട് എന്ന് വിചാരിച്ച് തന്നെ പ്രതിരോധ പ്രവർത്തനം നടത്തണം. ആവർത്തിച്ചുറപ്പിക്കേണ്ടത് ശാരീരിക അകലം അത് നിർബന്ധമായി പാലിച്ചിരിക്കണം. കൈകഴുകൽ, മാസ്ക് ധരിക്കൽ, ഇത്തരത്തിലുള്ള ബ്രേക്ക് ദ ചെയിൻ ജീവിത രീതികൾ ശരിയായ രീതിയിൽ പിന്തുടരണം. രോഗികളാകുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സാമൂഹ്യമായി അകറ്റി നിർത്താതിരിക്കുന്നതിനും എല്ലാവരും ശ്രദ്ധിക്കണം. അവർക്കാവശ്യമായ സഹായം നൽകണം. കമ്പോളങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, ആശുപത്രികൾ ഇവയെല്ലാം കേന്ദ്രീകരിച്ച് രോഗവ്യാപനം നടക്കുന്നുവെന്നാണ് തിരുവനന്തപുരത്തെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. പൊതുജനങ്ങൾ കൂട്ടത്തോടെ എത്തുന്നത് ഒഴിവാക്കണം. ആളുകൾ എത്തുന്ന സ്ഥലങ്ങളിൽ സാനിറ്റൈസറുകൾ ലഭ്യമാക്കണം. സമൂഹത്തിൽ രോഗം പടർന്നു പിടിക്കാതിരിക്കുന്നതിനും അവശരായവരെ സംരക്ഷിക്കുന്നതിനും എല്ലാവരും മുൻഗണന കൊടുക്കണം. കോവിഡ് വ്യാപനത്തിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി ബഹുജന, മഹിള, യുവജന, ശാസ്ത്ര സംഘടനകളെല്ലാം ബ്രേക്ക് ദ ചെയിൻ 3ാം ഘട്ട പ്രചരണ പരിപാടി വൻപിച്ച ജനകീയ പ്രസ്ഥാനമാക്കി വളർത്തി വിജയിപ്പിക്കുന്നതിന് മുന്നോട്ട് വരണം എന്നുകൂടി ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കട്ടെ. ടെസ്റ്റുകളുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുകയാണ്. അതോടൊപ്പം അതിവേഗം റിസൾട്ട് ലഭ്യമാക്കാനുള്ള നടപടികളും ഉണ്ടാകും. അതിന് ആവശ്യമായ മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കും. സ്വകാര്യ ലേബുകൾ പരമാവധി ഉപയോഗപ്പെടുത്തും. പരിശോധനാ കേന്ദ്രങ്ങൾ കൂടുതൽ തുടങ്ങുന്നതിന് അടിയന്തര പ്രാധാന്യവും നൽകും. എല്ലാ പഞ്ചായത്തുകളിലും ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കാനുള്ള പ്രവർത്തനം നടക്കുകയാണ്. 100 കിടക്കകളുള്ള സെൻ്ററാണ് ഓരോ പഞ്ചായത്തിലും ആരംഭിക്കുക. ഇതിൻ്റെ നടത്തിപ്പിനാവശ്യമായ ആരോഗ്യ പ്രവർത്തകരെയും കണ്ടെത്തുന്നതാണ്. ആരോഗ്യ പ്രവർത്തകരെ ആകെ അണിനിരത്തി പ്രതിരോധ പ്രവർത്തനം
വിപുലപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏത് നിമിഷവും സേവനം ലഭ്യമാകുന്ന രീതിയിൽ ഒരു സേനയെപ്പോലെ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് ഉണ്ടാക്കുന്നത്. സർക്കാർ ആശുപത്രികളുമായി ബന്ധപ്പെട്ടവർ മാത്രമല്ല, സ്വകാര്യ ആശുപത്രികളിലും മറ്റ് ക്ലിനിക്കുകളിലുമൊക്കെ പ്രവർത്തിക്കുന്നവരും ആരോഗ്യമേഖലയിൽ നിയോഗിക്കാൻ കഴിയുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ എല്ലാവരും ഉൾക്കൊള്ളുന്നൊരു സംവിധാനം കൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നേറാൻ കഴിയുക. ഇത്തരത്തിലുള്ള എല്ലാ സംവിധാനങ്ങളെയും ഉപയോഗിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളെയും ക്ലിനിക്കുകളെയും നല്ല തോതിൽ ഇതുമായി സഹകരിപ്പിക്കും. അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുൻകൈയെടുക്കും. തിരുവനന്തപുരം ജില്ലയിൽ സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്ന് 301 പേർക്കാണ് രോഗബാധ. 5 ആരോഗ്യ പ്രവർത്തകർക്കും രോഗമുണ്ട്. ഉറവിടം തിരിച്ചറിയാത്ത 16 പേർ വേറെയും. കഴിഞ്ഞ ദിവസം ഒരു ഹൈപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന 61 ജീവനക്കാർക്ക് ഇന്നലെ കോവിഡ് സ്ഥിരീകരിച്ചു. 91 പേർക്ക് പരിശോധന നടത്തിയപ്പോഴാണിത്. ഇന്ന് അതേ സ്ഥാപനത്തിലെ 81 സാമ്പിളുകൾ ടെസ്റ്റ് ചെയ്തതിൽ 17 എണ്ണം പോസിറ്റീവാണ്. ഗുരുതരമായ സ്ഥിതിവിശേഷമാണ് ഇതിലൂടെ സൃഷ്ടിക്കപ്പെടുന്നത്. അവിടെ നിന്നുള്ള ഫലം ഇനിയും വരാനുണ്ട്. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ദിവസേന 100 കണക്കിന് പേരാണ് ഈ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു പോകുന്നത്. ഇവരെ കണ്ടെത്തി കോവിഡ് പരിശോധന നടത്തുക എന്നത് തന്നെ ഏറെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. ഇവിടെ ജോലി ചെയ്യുന്നവർ ഏറെയും തമിഴ്നാട്ടുകാരുമാണ്. അതുകൊണ്ട് തന്നെ ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ഈ സ്ഥാപനത്തിനാണെങ്കിൽ നിരവധി ബ്രാഞ്ചുകളുണ്ട്. സമാനമായ രീതിയിൽ തമിഴ്നാട്ടിൽ നിന്ന് കൂടുതൽ പേർ ജോലി ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുമുണ്ട്. ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ ഉൾപ്പെടെ കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണം കൂടുന്ന സാഹചര്യം കണക്കിലെടുത്ത് പരിശോധനയുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന തലസ്ഥാന നഗരിയിലാണ് ഈ അനുഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു നിയന്ത്രണവും പാലിക്കാതെ ആളുകൾ കടയിൽ ചെല്ലുക, സാധനങ്ങൾ വാങ്ങുക, കൂട്ടത്തിൽ കൊറോണയും വാങ്ങി തിരിച്ചു പോവുക. ഇത് നമ്മളെയെല്ലാം ചിന്തിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. തലസ്ഥാനത്തിൻ്റെ ഈ അനുഭവം മുൻനിർത്തി പ്രത്യേക പ്രതിരോധ നടപടികൾ പുനഃക്രമീകരിക്കും. തുണിക്കടയിൽ ഇത്ര വലിയ രോഗബാധ വന്നെങ്കിൽ സമൂഹത്തിൽ എത്രമാത്രം അപകടം വിതച്ചിരിക്കുമെന്ന് ആശങ്കപ്പെടേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും അടിയന്തര പ്രാധാന്യം നൽകി പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തലസ്ഥാന നഗരിയിലുള്ള ആളുകളാണ് കടയിൽ പോയിട്ടുണ്ടാവുക. അവരിതൊന്നും മനസ്സിലാക്കുന്നില്ല. തുണി വാങ്ങുന്നു,
പക്ഷേ ആർക്കൊക്കെ രോഗബാധയുണ്ടായി എന്ന് പരിശോധനയിലൂടെ മാത്രമേ വ്യക്തമാവൂ. അപ്പോൾ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം ഈ ദിവസങ്ങളിൽ ഈ കടയിൽ പോയി തുണിത്തരങ്ങൾ വാങ്ങിയവർ പെട്ടെന്ന് തന്നെ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ ബന്ധപ്പെടണം. ആവശ്യമായ പരിശോധന നടത്തുന്നതിന് സ്വയമേവ തന്നെ മുന്നോട്ട് വരണം. ബന്ധപ്പെട്ട് ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് ഇവിടെ പോയാളാണ് ഞാൻ എന്ന് അങ്ങോട്ട് പറയുന്ന അവസ്ഥയുണ്ടാവണം. എറണാകുളത്ത് ഇന്ന് 57 പേർക്ക് രോഗം ബാധിച്ചു. അതിൽ പുറത്തു നിന്ന് വന്ന 6 പേർ മാത്രമാണുള്ളത്. സമ്പർക്കത്തിലൂടെ 47, ഹെൽത്ത് വർക്കർ 1, ഉറവിടമറിയാത്തവർ 47, ഉറവിടമറിയാത്തത് 3 പേരാണ് ഉറവിടമറിയാത്തത്. 47 സമ്പർക്കത്തിലൂടെയുള്ളതാണ്. ജില്ലയിൽ ഇന്നലെ 3 സ്ഥലങ്ങൾ കൂടി കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി. എല്ലാ പഞ്ചായത്തുകളിലും FLTCകൾ, ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാർക്കും പ്രസിഡൻറ്റുമാർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കോഴിക്കോട് കഴിഞ്ഞ 2 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. ജൂലൈ 15-ന് 64 പേർക്ക്, 14-ന് 58 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിൽ സന്ദർശകരെ വിലക്കി. 5000 പേർക്ക് ചികിത്സ നൽകുന്നതിനുള്ള കേന്ദ്രങ്ങൾ പെട്ടെന്ന് തന്നെ പുതുതായി സജ്ജമാക്കും. ആലപ്പുഴ ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന അടിസ്ഥാനത്തിൽ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററുകൾ ആരംഭിക്കുന്നതിന് സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് തദ്ദേശ സ്ഥാപന അടിസ്ഥാനത്തിൽ ഓഡിറ്റോറിയങ്ങൾ, സ്കൂളുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ കണ്ടെത്തി വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് തദ്ദേശ സ്ഥാപന പ്രതിനിധികൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ITBP ക്യാമ്പിൽ കൂടുതൽ രോഗബാധിതർ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം ITBP ക്യാമ്പിന് സമീപം സജ്ജീകരിച്ചിട്ടുണ്ട്. തൃശ്ശൂരിൽ സമ്പർക്ക വ്യാപനം കൂടുതലായി റിപ്പോർട്ട് ചെയ്ത കുന്നംകുളം നഗരസഭയിൽ 8 ഡിവിഷനുകൾ കൂടി കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചു. മലപ്പുറം ജില്ലയിൽ രോഗവ്യാപന സാധ്യത കൂടുന്ന സാഹചര്യമാണുള്ളത്. പൊന്നാനി താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത്. പൊന്നാനി താലൂക്കിൽ സമ്പർക്കം മൂലം 130 പേർക്കാണ് ഇതുവരെ രോഗബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. പൊന്നാനി താലൂക്ക് പരിധിയിലെ നന്നംമുക്ക്, തവനൂർ ഗ്രാമപഞ്ചായത്ത് പരിധികളിലൊഴികെയുള്ള പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുകയാണ്. മത്സ്യത്തൊഴിലാളികൾ, സെയിൽസ്മാൻ, പെയിൻറ്റിംഗ് തൊഴിലാളി, നിർമ്മാണ തൊഴിലാളി, ആംബുലൻസ് ഡ്രൈവർ, ആശാ വർക്കർ, അംഗൻവാടി ടീച്ചർ, ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കോവിഡ് പോസിറ്റീവായി കണ്ടെത്തിയതിനെ തുടർന്നാണ് പൊന്നാനിയിലെ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ തുടരുന്നത്. നന്നംമുക്ക്, തവനൂർ പഞ്ചായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ആൻറ്റിജൻ ടെസ്റ്റ് നടത്തിയിരുന്നു. തവനൂരിൽ ഒരാൾക്കാണ് രോഗം കണ്ടത്. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സൗകര്യങ്ങളുള്ള
കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ പ്രവർത്തന സജ്ജമായി. 1200-ലധികം കിടക്കകളുള്ള ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ സർവകലാശാല വനിതാ ഹോസ്റ്റലിലാണ് ഒരുക്കിയിട്ടുള്ളത്. കൊല്ലത്ത് സമ്പർക്കം വഴി രോഗവ്യാപനം തടയാൻ 61 ഇടങ്ങളിലെ ചന്തകളും മത്സ്യവിപണന കേന്ദ്രങ്ങളും പൂർണ്ണമായും അടച്ചു. പ്രത്യേക നിരീക്ഷണം ആവശ്യമായി കണ്ടെത്തിയ 4 പഞ്ചായത്തുകളിൽ കൂടി കണ്ടെയ്ൻമെൻറ്റ് സോണുകളായി. അഞ്ചൽ, എരൂർ, ചടയമംഗലം എന്നിവിടങ്ങളിൽ മത്സ്യക്കച്ചവടക്കാരെ കേന്ദ്രീകരിച്ച് ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പരവൂർ നഗരസഭയിൽ ജാഗ്രത വർദ്ധിപ്പിച്ചു. കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ ഡ്രോൺ ഉപയോഗിച്ച് പോലീസ് നിരീക്ഷണം നടത്തി വരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ ഇന്നലെ മാത്രം സമ്പർക്കം വഴി 55 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ചെങ്കള 26, മഞ്ചേശ്വരം 10, മധൂർ 9, കാസർഗോഡ് നഗരസഭ 3, കുമ്പള 2, മുളിയാർ 2, ചെറുവത്തൂർ 1, മീഞ്ച 1. ഈ പഞ്ചായത്തുകളിലുള്ളവർക്കാണ് ഇന്നലെ സമ്പർക്കം വഴി രോഗം സ്ഥിരീകരിച്ചത്. ഇന്ന് ആകെ രോഗം സ്ഥിരീകരിച്ചത് 18 പേരാണ്. അവരിൽ 8 പേർക്ക് സമ്പർക്കം വഴിയാണ്. 3 പേരുടെ ഉറവിടം അറിയില്ല. കടകളിലെ ജീവനക്കാർ ഗ്ലൗസും മാസ്കും സാനിറ്റൈസറും നിർബന്ധമായും ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇത് ചിലർ പാലിക്കുന്നില്ല. ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ കടകൾ 7 ദിവസത്തേക്ക് അടപ്പിക്കാൻ അവിടെ തീരുമാനിച്ചിട്ടുണ്ട്. കുമ്പള മുതൽ തലപ്പാടി വരെ ദേശീയപാതയിലെ ഇരുവശങ്ങളിലുമുള്ള ടൗണുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ, മധൂർ ടൗൺ, ചെർക്കള ടൗൺ തുടങ്ങിയ പ്രദേശങ്ങൾ ഇവ കൂടി കണ്ടെയ്ൻമെൻറ്റ് സോണായി പ്രഖ്യാപിച്ചു. ഒന്നിടവിട്ട ദിവസങ്ങളിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് മാത്രമാകും തുറക്കാൻ അനുമതി. സർക്കാർ ഓഫീസുകൾ നടത്തുന്ന എല്ലാ യോഗങ്ങളും 14 ദിവസത്തേക്ക് നിർത്തിവെച്ചു. പച്ചക്കറി ലഭ്യത ഉറപ്പാക്കാൻ കൃഷിവകുപ്പ് മുഖേന കർഷകരിൽ നിന്ന് പച്ചക്കറി ശേഖരിച്ച് വിപണനം നടത്തും. കോവിഡ് മഹാമാരിയെ നിസ്സാരവൽക്കരിക്കുന്ന കുറച്ചു പേരെങ്കിലും നമുക്ക് ചുറ്റുമുണ്ട്. ഈ രോഗം വന്ന് മാറുന്നതാണ് നല്ലതെന്നും വിദേശത്തൊക്കെ ആളുകൾ ഒരുമിച്ച് തിങ്ങിപ്പാർത്തിട്ടും വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്നുമുള്ള പ്രചരണം നടക്കുന്നുണ്ട്. കാര്യമായ ജാഗ്രതയുടെ ആവശ്യമില്ല എന്നതാണ് ഇത്തരം പ്രചരണങ്ങളുടെ കാതൽ. എന്നാൽ ഇവർ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ കാണുന്നില്ല. അതല്ലെങ്കിൽ അത്യന്തം ഹീനമായ ഉദ്ദേശം ഇത്തരം പ്രചരണക്കാർക്കുണ്ട്. ആളുകളെ തെറ്റിദ്ധരിപ്പിച്ച് രോഗം എങ്ങനെയെങ്കിലും വർദ്ധിക്കട്ടെ, അതിന് സായുജ്യമടയാമെന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലൊരു പ്രചരണം നടത്താൻ കഴിയും. ഇപ്പോൾ കോവിഡ് കാരണമായുള്ള മരണസംഖ്യ കാര്യമായി ഉയരാതെ വളരെ ഫലപ്രദമായ രീതിയിൽ പിടിച്ചു നിർത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഡെത്ത് പെർ മില്യൺ
അഥവാ 10 ലക്ഷത്തിൽ എത്ര പേർ മരിച്ചു എന്ന കണക്കാണ് മരണത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കാനുള്ള അളവുകോൽ. രോഗം പടർന്നു പിടിച്ച മറ്റ് രാജ്യങ്ങളിലെ ഡെത്ത് പെർ മില്യൺ എത്രയാണെന്ന് നമുക്കറിയാവുന്നതാണ്. ചില കണക്ക് വേണമെങ്കിൽ നമുക്ക് പരിശോധിക്കാം. യുഎഇയിലെ ഡെത്ത് പെർ മില്യൺ 34. ആ തോതിലായിരുന്നു കേരളത്തിൽ മരണങ്ങൾ നടന്നെങ്കിൽ ഇവിടെ ഇതിനകം മരണസംഖ്യ 1000 കവിഞ്ഞേനെ. കുവൈറ്റിലേതിന് സമാനമായി 93 ഇവിടുത്തെ ഡെത്ത് പെർ മില്യൺ എങ്കിൽ കേരളത്തിലെ മരണസംഖ്യ 3000-ലധികമാകും. അമേരിക്കയിലെ അതേ സ്ഥിതിവിശേഷമായിരുന്നെങ്കിൽ 14,141 പേർ കേരളത്തിൽ രോഗത്തിനിരയായി മരണമടഞ്ഞേനെ. സ്വീഡനുമായി താരതമ്യപ്പെടുത്തിയാൽ അത് 18,426 ആകും. നമ്മുടെ സമൂഹത്തിൻ്റെ അശ്രാന്ത പരിശ്രമത്തിൻ്റെയും ജാഗ്രതയുടെയും ഫലമായി കേരളത്തിലെ ഡെത്ത് പെർ മില്യൺ 1-ൽ കൂടാതെ ഇതുവരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. അതായത് ജനസംഖ്യയുടെ 10 ലക്ഷം എടുത്താൽ 1-ലും താഴെയാണ് ഇവിടുത്തെ മരണസംഖ്യ. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത മേൽപ്പറഞ്ഞ രാജ്യങ്ങളിലേക്കാളൊക്കെ ജനസാന്ദ്രതയുള്ള പ്രദേശമാണ് കേരളം എന്നതാണ്. ഇന്ത്യയുടെ ശരാശരി ജനസാന്ദ്രതയുടെ ഇരട്ടിയിലധികമാണ് കേരളത്തിൻ്റേത്. ഇറ്റലിയിലെ ജനസാന്ദ്രതയുടെ ഏതാണ്ട് 4 ഇരട്ടിയാണ് നമ്മുടെ ജനസാന്ദ്രത. അതുകൊണ്ട് തന്നെ വളരെ വേഗം രോഗം പടർന്നു പിടിക്കാൻ സാധ്യതയുള്ള പ്രദേശമാണ് നമ്മുടേത്. അങ്ങനെയുണ്ടായാൽ മരണനിരക്ക് തീർച്ചയായും വർദ്ധിക്കും. വയോജനങ്ങൾക്കും കുട്ടികൾക്കും മറ്റ് രോഗാവസ്ഥകൾ ഉള്ളവർക്കും ഈ രോഗം മാരകമായി തീരുമെന്ന് നാം മറക്കരുത്. നമ്മുടെ കരുതലിലും പ്രതിരോധത്തിലും വീഴ്ചകളുണ്ടായാൽ ഇതേത് നിമിഷവും വലിയ ദുരന്തമായി മാറും. ഒരു കാരണവശാലും ഒരു തെറ്റായ അറിവിൻ്റെയും പുറത്ത് നമ്മൾ വീഴ്ച വരുത്തരുത്. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കർശനമായി പിന്തുടർന്നേ തീരൂ. കോവിഡ് പ്രതിരോധ രംഗത്ത് മുൻപന്തിയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമാണ് പോലീസ്. എത്ര മുൻകരുതലുകൾ സ്വീകരിച്ചാലും പോലീസ് ഉദ്യോഗസ്ഥർക്കും കോവിഡ് ബാധിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എല്ലാ ജില്ലകളിലും പോലീസ് ഉദ്യോഗസ്ഥർക്ക് മാത്രമായി ക്വാറൻ്റൈൻ കേന്ദ്രം ആരംഭിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമാക്കും. സമ്പർക്കം വഴിയുള്ള രോഗബാധ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സ്റ്റേറ്റ് പോലീസ് മീഡിയ സെൻ്ററും പോലീസിൻ്റെ സോഷ്യൽ മീഡിയ സെല്ലും ചേർന്ന് ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ഏറ്റെടുക്കും. സംസ്ഥാനത്തെ 75 പോലീസ് സ്റ്റേഷനുകൾ ഇന്നലെ മുതൽ ശിശു സൗഹൃദമായി.
മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്ന കുട്ടികൾക്കായി പ്രഖ്യാപിച്ച ചിരി എന്ന പദ്ധതി നടപ്പിലാക്കാൻ ആരംഭിച്ചു. തിങ്കളാഴ്ച കർക്കിടക വാവാണ്. ബലിതർപ്പണത്തിൻ്റെ ദിവസമാണെന്ന്. ലക്ഷക്കണക്കിന് വിശ്വാസികൾ വാവ് ദിവസം ബലിതർപ്പണം നടത്താറുണ്ട്. കോവിഡ് വ്യാപനത്തിൻ്റെ സാഹചര്യത്തിൽ ബലിതർപ്പണത്തിൽ സ്വയം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. രോഗവ്യാപനമുണ്ടാകുന്ന കൂടിച്ചേരലുകൾ ഒഴിവാക്കണം. ഇക്കാര്യത്തിൽ എല്ലാ തലങ്ങളിലും ശ്രദ്ധയുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ചില പ്രധാന കേന്ദ്രങ്ങളിൽ ആളുകൾ കൂട്ടത്തോടെ എത്തിച്ചേരാറുണ്ട്. ഈ രോഗവ്യാപന ഘട്ടത്തിൽ അത് വലിയ തോതിൽ പ്രയാസമുണ്ടാക്കുമെന്ന് എല്ലാവരും മനസ്സിലാക്കണം. കോവിഡ് രോഗം രൂക്ഷമായി ബാധിച്ച ശേഷം സുഖം പ്രാപിച്ചവരിൽ ചിലർക്ക് പാർശ്വഫലങ്ങളുണ്ട് എന്ന് റിപ്പോർട്ടുകളുണ്ട്. അത് സംബന്ധിച്ച് വിശദമായ പഠനം നടത്തും. മാസ്ക് ധരിക്കാത്ത 5199 സംഭവങ്ങൾ സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ക്വാറന്റൈൻ ലംഘിച്ച 10 പേർക്കെതിരെ ഇന്ന് കേസ് രജിസ്റ്റർ ചെയ്തു. ജനുവരി 1 പ്രഖ്യാപിച്ച 12 ഇന പരിപാടികളുടെ പുരോഗതി ഇന്ന് വിലയിരുത്തുകയുണ്ടായി. 1 കോടി വൃക്ഷത്തൈ നടുന്ന കാര്യത്തിൽ ആദ്യഘട്ടം നാം വിജയിച്ചു. അതിൻ്റെ പരിപാലനമാണ് ഇനി വളരെ പ്രധാനം. അക്കാര്യത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ബന്ധപ്പെട്ട വകുപ്പുകളും ജാഗ്രത പുലർത്താൻ തീരുമാനിച്ചു. പ്രദേശത്തെ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതിൽ ഇപ്പോൾ തന്നെ സജീവമായി ഭാഗഭാക്കാണ്. ബ്ലോക്ക് തലത്തിൽ നഴ്സറികൾ ഉണ്ടാക്കാൻ നടപടികൾ സ്വീകരിക്കും. കൃഷിവകുപ്പിലേതുപോലെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കും ആവശ്യമായ ചെടികൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം. അങ്ങനെ വന്നാൽ നാം വിതരണം ചെയ്യുന്ന ചെടികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിപ്പിക്കാനാകും. അതുകൊണ്ടാണ് ബ്ലോക്ക് തലത്തിൽ നഴ്സറികൾ വേണം എന്ന് നിർദ്ദേശിച്ചത്. റെയിൻ ഷട്ടറുകളുടെ നിർമ്മാണം ഈ ആഗസ്റ്റ് മാസത്തോടെ പൂർത്തീകരിക്കാനാകും. 1000 ഷെൽട്ടറുകൾ നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങാനാണ് നിശ്ചയിച്ചത്. എന്നാൽ നല്ല രീതിയിൽ അത് വിജയിക്കാൻ പോവുകയാണ്. ഇത് 1000 ഷെൽട്ടറുകളും ഈ ആഗസ്റ്റ് മാസത്തോടെ പൂർത്തീകരിക്കാനാകുന്ന നിലയാണുള്ളത്. ഇതിൽ 255 എണ്ണം പൂർത്തിയായി കഴിഞ്ഞു. 354 എണ്ണം ആഗസ്റ്റ് 15-നുള്ളിലും 361 എണ്ണം ആഗസ്റ്റ് 31-നകവും പൂർത്തീകരിക്കും. നമ്മുടെ നാടിൻ്റെ കാലാവസ്ഥക്ക് അനുസരിച്ചുള്ളതാണ് ഈ റെയിൻ ഷെൽട്ടറുകൾ. സാധാരണ ഗ്രീൻ ഹൗസാണ് മറ്റ് രാജ്യങ്ങളിലൊക്കെ. നമുക്കിത് മതിയാകും. നല്ല രീതിയിലുള്ള മാറ്റം കാർഷിക രംഗത്ത് ഉണ്ടാക്കാനിത് ഉതകും. അതേപോലെ തന്നെ റോഡിൻ്റെ അറ്റകുറ്റപ്പണികൾ ആഗസ്റ്റ് മാസത്തോടെ ആ ജോലികൾ തുടങ്ങും. 2 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പാക്കുക. 1-ാം ഘട്ടത്തിൽ 2011 റോഡുകളുടെയും 2-ാം ഘട്ടത്തിൽ 2118 റോഡുകളുടെയുമാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ തന്നെ തയ്യാറായി മുന്നോട്ട് പോകുന്നുണ്ട്. മത്സ്യകൃഷി ചെയ്യാൻ പൊതുകുളങ്ങൾ പാട്ടത്തിന് നൽകാൻ നടപടികളായിട്ടുണ്ട്.
ആഗസ്റ്റ് മാസത്തോടെ നടപടി പൂർത്തീകരിക്കും. ഇതിനാവശ്യമായ മത്സ്യക്കുഞ്ഞുങ്ങളെ എല്ലായിടത്തും എത്തിക്കാൻ നടപടി സ്വീകരിക്കും. തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഈ കാര്യം മോണിറ്റർ ചെയ്യണം. ഗതാഗത വകുപ്പും തദ്ദേശഭരണ വകുപ്പും യോജിച്ച് KSRTC ടോയ്ലറ്റുകൾ നവീകരിക്കും. സാമൂഹ്യ സന്നദ്ധ സേനയിൽ 3,55,000 വളണ്ടിയർമാരാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ ഗണ്യമായ വിഭാഗം സജീവമായി തന്നെ നിലവിൽ രംഗത്തുണ്ട്. യൂത്ത് ലീഡർഷിപ്പ് അക്കാദമി ആഗസ്റ്റ് മാസത്തിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കീം 2020 പരീക്ഷയെക്കുറിച്ച് ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. പരീക്ഷ വിജയകരമായി പൂർത്തിയായിട്ടുണ്ട്. ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എൻട്രൻസ് കമ്മീഷണറേറ്റ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫയർഫോഴ്സ്, പോലീസ്, KSRTC, അധ്യാപകർ തുടങ്ങി എല്ലാവരെയും അഭിനന്ദിക്കുന്നു. മാതൃകാപരമായ പ്രവർത്തനമാണ് സന്നദ്ധ സേന പ്രവർത്തകർ കാഴ്ചവെച്ചത്. 336 പരീക്ഷാ കേന്ദ്രങ്ങളിലായി 4000-ഓളം സന്നദ്ധ സേനാ പ്രവർത്തകരാണ് പങ്കെടുത്തത്. സാനിറ്റൈസർ നൽകുക, സാമൂഹ്യ അകലം പാലിക്കുക, തെർമൽ സ്കാനർ ഉപയോഗിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് അവരേറ്റെടുത്തത്. കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ള 3 വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സുരക്ഷിതമായി പരീക്ഷ എഴുതിയിട്ടുണ്ട്. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്കുള്ള പ്രത്യേക അഭിനന്ദനവും അറിയിക്കട്ടെ. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുന്ന ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. 2 ആഴ്ചക്കുള്ളിൽ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളും പൂർത്തീകരിച്ച് കൊച്ചിയിൽ നിന്നും മംഗലാപുരത്തേക്ക് ഗെയിൽ പൈപ്പിലൂടെ ഗ്യാസ് എത്തിക്കാൻ സാധിക്കും. കൊച്ചി മംഗലാപുരം ലൈനിൽ ചന്ദ്രഗിരി പുഴയ്ക്ക് കുറുകെ പൈപ്പ് വലിക്കാനാവശ്യമായ ജോലികളായിരുന്നു ബാക്കിയുണ്ടായിരുന്നത്. പൈപ്പ് ഇടുന്നതിനാവശ്യമായ രീതിയിൽ അടിയിലൂടെ 1500 മീറ്റർ തുളച്ചു കഴിഞ്ഞിരിക്കുന്നു. അവശേഷിക്കുന്ന പ്രവൃത്തി ഉടനടി പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. പുറമേരി കടത്തനാട് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളും സന്നദ്ധ സംഘടനകളും ചേർന്ന് ഓൺലൈൻ പഠനത്തിന് പ്രയാസം നേരിടുന്ന സ്കൂളിലെ 50 കുട്ടികൾക്ക് TV, 150 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി. 40 TV പൂർവ്വ വിദ്യാർത്ഥികളും 10 TV സന്നദ്ധ സംഘടനകളുമാണ് നൽകിയത്. ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവന AIYF അമ്പലപ്പുഴ മണ്ഡലം കമ്മിറ്റി 1,500,000 രൂപ, AISF കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റി 30,000 രൂപ, വയലാർ രാമവർമ്മ സ്മാരക വായനശാല SL പുരം 10,000 രൂപ. ഇത്രയും വിവരങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് നൽകാനുള്ളത്. CM തിരുവനന്തപുരത്ത് രാമചന്ദ്ര ഹൈപ്പർ മാർക്കറ്റാണ് അങ്ങ് പറഞ്ഞത്. ആ പേര് പലരും പുറത്തു പറയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഇതറിയാനുള്ളൊരു അവകാശമുണ്ട്. മാത്രമല്ല, ഇത് നേരത്തെ തന്നെ വളരെ നാളുകളായിട്ട് ഈ കോവിഡിന്റെ ആദ്യഘട്ടത്തിൽ പോലും ഇവിടെ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. നിരവധി ആളുകളെ തമിഴ്നാട്ടിൽ രഹസ്യമായി കൊണ്ടുവന്ന് താമസിപ്പിക്കുന്നു. അവിടെ നാട്ടുകാർ, റെസിഡൻസ് അസോസിയേഷൻ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ പരാതിയുമായി പലതവണ ഞങ്ങളുടെ ഓഫീസുകൾ വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം വാർത്തയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷവും ഇവിടെ ഒരു ശ്രദ്ധ വയ്ക്കാൻ നമ്മുടെ നഗരസഭയ്ക്കോ ആരോഗ്യ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞില്ല.
ഈ പരാതികൾക്ക് ശേഷവും തുടർച്ചയായി അവിടെ ആളുകൾ വന്നു പോകുന്നു. അവർ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും, അതൊരു ഹൈപ്പർ മാർക്കറ്റ് മാത്രമല്ല, ഈസ്റ്റ് ഫോർട്ട് എന്ന സ്ഥലത്ത് അവർക്ക് ഒരു തെരുവ് മുഴുവൻ അവരുടേതാണ്. ഇത്തരം ഇനിയും നിരവധി കടകൾ ഇതുപോലെ തുറന്നു പ്രവർത്തിപ്പിക്കുന്നു. ആരും ചോദ്യം ചെയ്യാനാവാത്ത ഒരവസ്ഥ അവിടെ നിലവിലുണ്ട് മാസങ്ങളായി. ഇത് ഈ ഉണ്ടായ അനുഭവത്തിൽ ഗൗരവമായി പരിശോധിക്കണമെന്നാണ് കണ്ടിട്ടുള്ളത്. അത് ഗൗരവമായി തന്നെ പരിശോധിക്കും. ഈ സമ്പർക്കത്തിലൂടെ രോഗബാധ ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ ഈ കണ്ടെയ്ൻമെന്റ് സോൺ കേന്ദ്രീകരിച്ചുള്ള നിയന്ത്രണങ്ങൾ മാത്രം മതിയാവും. കാരണം ഉറവിടം അറിയാത്ത രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നുണ്ട്. ഈ രോഗം കൊടുത്ത ആൾക്കാർ എങ്ങോട്ടാ പോയെന്ന് അറിയാൻ കഴിയില്ലല്ലോ. അതിന് കണ്ടെയ്ൻമെന്റ് സോണിൽ മാത്രം നിയന്ത്രണം മതിയോ? അതുപോലെ തന്നെ ഈ സമ്പർക്കത്തിലൂടെ രോഗബാധയുടെ എണ്ണം CM പറയുമ്പോൾ ആ എണ്ണം പറഞ്ഞിട്ട് പിന്നീട് ആരോഗ്യ പ്രവർത്തകരുടെയും സൈനികരുടെയും പറയാറുണ്ട്. ഇതും സമ്പർക്ക പട്ടികയിൽ വരുന്നത്, എല്ലാം ഒരുമിച്ച് സമ്പർക്ക പട്ടികയിൽ വരുന്നതല്ലേ? അത് ഈ സമ്പർക്ക ക്ലസ്റ്ററുടെ കാര്യത്തിൽ ഒരു ഓരോ പ്രദേശമായിട്ടാണ് ഈ രോഗവ്യാപനം നടക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ പ്രദേശങ്ങളെടുത്താൽ അവിടെയാണല്ലോ ഏറ്റവും കൂടുതൽ രോഗവ്യാപനം ഉള്ളത്. ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിൽ ഈ പറഞ്ഞ മാർക്കറ്റിൻ്റെ സ്ഥലവും അത് സംഭാവന ചെയ്തിട്ടുള്ളതും വേറെ പ്രത്യേകമായൊരു വിഷയമാണ്. എന്നാൽ അതിന് മുൻപുണ്ടായ സ്ഥലം നമുക്കറിയാലോ. പൂന്തറയും അതിന് തൊട്ട് കിടക്കുന്ന പ്രദേശങ്ങളും കൂടി ഉൾക്കൊള്ളുന്ന ആ പ്രദേശം അത് കുറേ കൂടി വ്യാപകമായിരിക്കുന്നു. ഇന്നത്തെ കണക്കിലും കുറേ വ്യാപകമായിരിക്കുന്നു. അതൊരു പ്രത്യേക അന്തരീക്ഷത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. ആ അന്തരീക്ഷം സാധാരണഗതിയിൽ ഈ സമൂഹ വ്യാപനം എന്നൊക്കെ പറയുന്ന അതിൻ്റെ അടുത്ത് എത്തി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ്. ആ നില തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അതിലേക്ക് എത്തുകയാണ് അവിടെ. അങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ നമ്മൾ പൂർണ്ണമായിട്ട് നിയന്ത്രണം കൊണ്ടുവരികയാണ്. അതിന് പുറത്ത് നിയന്ത്രണം അത്രത്തോളം ആവശ്യമില്ല ഇന്നത്തെ അനുഭവത്തിൽ. കാരണം എല്ലാം നിയന്ത്രിച്ചുകൊണ്ട് മുഴുവനായിട്ട് ലോക്ക്ഡൗൺ ചെയ്ത് പോകാൻ സാധാരണഗതിയിൽ കഴിയില്ല. അതിൻ്റെ ആവശ്യം വരുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം. ഇല്ലെങ്കിൽ ഓരോ ക്ലസ്റ്ററായി എടുത്തുകൊണ്ട് അവിടെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സ്വീകരിച്ച നില. അതിന് ഫലമുണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ചില ക്ലസ്റ്ററുകളിൽ നല്ല രീതിയിൽ പല സംഗതികൾ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാവരും ഇതുമായി സഹകരിക്കണം. പ്രത്യേകിച്ച് ആളുകൾ തിങ്ങിപ്പാർക്കുകയാണ്. അവിടങ്ങളിൽ നല്ല നിലക്ക് രോഗവ്യാപന സാധ്യതയുണ്ട്. ഇന്നലെ പറഞ്ഞതുപോലെ ഈ ആരോഗ്യമുള്ളവരുടെ ഒരു ധാരണ പെട്ടെന്ന് തങ്ങൾക്കൊന്നും ബാധിക്കില്ല എന്നാണ്. അങ്ങനെ ചിന്തിക്കരുത്. രോഗം ആരെയും ബാധിക്കുന്ന ഒന്നാണ്. ആരോഗ്യമുള്ളവർക്ക് അതിന് പ്രതിരോധശേഷി കൂടുതലുണ്ടാകുമെന്ന് മാത്രം. പക്ഷേ രോഗവ്യാപനത്തെ അതുകൊണ്ട് മാത്രം തടുത്തു നിർത്താനാവില്ല. എല്ലാവരും ജാഗ്രത പാലിച്ചു പോവുകയാണ് വേണ്ടത്. ഇത് തന്നെയാണ് ഇപ്പോൾ പൊതുവെ സ്വീകരിച്ചിട്ടുള്ള നില. അത് പൂർണ്ണമായി വിജയിപ്പിക്കണമെന്ന് തന്നെയാണ് കാണുന്നത്. ആദ്യഘട്ടത്തിൽ ചികിത്സയിലിരിക്കെ മരിച്ചവരെല്ലാം മറ്റ് അസുഖങ്ങളുള്ളവരോ പ്രായം കൂടുതലുള്ളവരായിരുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഇന്ന് 34 വയസ്സും 25 വയസ്സുള്ളവരൊക്കെയാണ് മരിച്ചിരിക്കുന്നത്. ഇതിൽ വൈറസിൻ്റെ പ്രത്യേകതകൾ കൊണ്ടാണോ, മാറ്റം സംഭവിച്ചതുകൊണ്ടാണോ, അതോ ചികിത്സയിൽ വരുന്ന മാറ്റമാണോ, എന്താണെന്ന് അത് വിശദീകരിക്കുക. ഇത് പൂർണ്ണമായിട്ട് ഒരു മാറ്റമാണോ എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അത് കൂടുതൽ വിശദമായി പഠിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നിരീക്ഷണത്തിൽ കഴിഞ്ഞവരാണിവർ. 14 ദിവസം നിരീക്ഷണത്തിൽ കഴിഞ്ഞു. ആ നിരീക്ഷണത്തിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചില ലക്ഷണങ്ങൾ ഇവർക്ക് കാണുന്നത്. അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ ചിലർ അതിൻ്റെ ഗൗരവത്തിൽ നടപടികളെടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരാൾ മറ്റ് ചികിത്സക്ക് പോയില്ല, വേറെ ഏതൊരു ചികിത്സക്ക് പോയി. പല ചികിത്സ നമ്മുടെ നാട്ടിലുണ്ടല്ലോ. പക്ഷേ ഇതിന് നമ്മൾ കാണേണ്ടത് ഇന്നത്തെ നിലയിൽ വേറെ ചികിത്സ ഫലപ്രദമായി കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ അലോപ്പതി ചികിത്സയിലേക്ക് തന്നെ പോവുകയാണ് വേണ്ടത് ഇന്നത്തെ നിലയിൽ. ഇങ്ങനെയൊരു അവസ്ഥ വരുമ്പോൾ അത് നമ്മളെല്ലാവരും കാണേണ്ടതായിട്ടുണ്ട്. നമ്മളാരും മറ്റ് ശാഖകൾക്ക് എതിരായിട്ടുള്ളവരല്ല. പക്ഷേ പെട്ടെന്ന് ജീവൻ രക്ഷിക്കാൻ അലോപ്പതിയെ ആശ്രയിക്കുന്നത് തന്നെയാണ് നന്നാവുക. മറ്റു മാർഗങ്ങൾ വിശദമായി മനസ്സിലാക്കുന്നതിനും മറ്റും അതാണ്, ഇവരെ എന്തെല്ലാം ബാധിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും മറ്റും അതാണ് ഉപകരിക്കുക. പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിനും അതാണ് ഉപകരിക്കുക. പക്ഷേ ആ വഴിക്ക് പോകാതെ മറ്റ് ചികിത്സാ രീതികൾ സ്വീകരിച്ചു ഒരു ചെറുപ്പക്കാരൻ ആ രീതിയിൽ മരണമടയുന്ന ദൗർഭാഗ്യകരമായ അവസ്ഥയുണ്ടായി. മറ്റൊരാൾ വേറെ ചികിത്സക്കൊന്നും പോയില്ല. പക്ഷേ അദ്ദേഹവും ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ മരണമടയുന്ന സ്ഥിതിയുണ്ടായി. ഇത് സാധാരണഗതിയിൽ 14 ദിവസമൊക്കെ കഴിഞ്ഞാൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നത് പരിശോധിക്കാനും വിലയിരുത്താനും നമ്മുടെ വിദഗ്ധ സമിതിയോട് പറഞ്ഞിട്ടുണ്ട്. ആ വിലയിരുത്തൽ നടത്തിയതിന് ശേഷം എങ്ങനെയെന്നുള്ളത് നമുക്ക് നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ മൊത്തം കണക്കിൻ്റെ ഭൂരിപക്ഷവും തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പോൾ ഏകദേശം പകുതിയോളം പേര് തിരുവനന്തപുരത്താണ്.
അപ്പോൾ അതിൽ തന്നെ ബഹുഭൂരിപക്ഷവും സമ്പർക്ക വ്യാപനവുമാണ്. ഈ തിരുവനന്തപുരത്ത് നമ്മൾ നിലവിൽ കണ്ടെയ്ൻമെന്റ് സോണായി പ്രഖ്യാപിച്ച മേഖലകളിൽ തന്നെയാണോ ഈ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്, അതോ അതിന് പുറത്തേക്ക് മറ്റ് ഗ്രാമീണ മേഖലകളിലേക്കോ അല്ലെങ്കിൽ നഗരത്തിന്റെ മറ്റു മേഖലകളിലേക്കോ എന്തെങ്കിലും ആശങ്കയുടെ ഒരു സിറ്റുവേഷൻ നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെയില്ല. ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ തന്നെയാണ് കൂടുതലായിട്ട് വ്യാപനം ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഒരു പ്രത്യേക സംഭവം ഉണ്ടായത് ഈ പറഞ്ഞ ടെക്സ്റ്റൈൽസിലാണ്. അതൊരു പ്രത്യേക സംഭവമായിട്ടാണ് കാണേണ്ടത്. മറ്റത് ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ തന്നെയാണ്. ഇപ്പോൾ ട്രിപ്പിൾ ലോക്ക്ഡൗൺ നിലനിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണ് ഈ തരത്തിൽ വ്യാപനം ഉണ്ടായിട്ടുള്ളത്. CM ഈ പഞ്ചായത്തുകൾ തോറും ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകൾ തുടങ്ങുക എന്നുള്ള പ്രഖ്യാപനം അതെങ്ങനെയാണ് നടപ്പിലാക്കുന്നത്? ഹാളുകളൊക്കെ വാടകയ്ക്ക് എടുക്കുകയാണോ? എന്താണ് അതിന്റെ പ്രൊപ്പോസൽ? എങ്ങനെയാണ് പഞ്ചായത്തിലുള്ള സൗകര്യം ഉപയോഗിച്ച് അവിടെ തന്നെ പെട്ടെന്ന് നമ്മൾ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് കാണുന്നത്. കാരണം രോഗവ്യാപന ഘട്ടം വന്നാലാണ് അത് ഉപയോഗിക്കേണ്ടി വരിക. രോഗവ്യാപനം വല്ലാതെ വരുന്നു. അപ്പോൾ രോഗികൾ എണ്ണം കൂടുന്നു. അവർക്ക് പെട്ടെന്നൊരു കിടക്കാനുള്ളൊരു സ്ഥലം വേണം. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ വലിയ വല്ലാത്ത വിദഗ്ധ ചികിത്സയുടെ ആവശ്യം വരുന്നില്ല. എന്നാൽ നല്ല നിരീക്ഷണത്തിൽ അവർ കഴിയണം. അതിന് ഡോക്ടർമാരുടെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെയും നല്ല നിരീക്ഷണം വേണം. അതിനെല്ലാമുള്ള സൗകര്യമുള്ളൊരു കേന്ദ്രം എന്ന നിലക്കുള്ളൊരു കേന്ദ്രമാണ് നമ്മൾ ഒരുക്കുക. അതിന് പറ്റിയ കെട്ടിടം പഞ്ചായത്തിൽ ഏതാണോ ആ പഞ്ചായത്തിലെ ആ കെട്ടിടം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ നോക്കിയാൽ കെട്ടിടങ്ങളുണ്ടാകും. ആ കെട്ടിടങ്ങളിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുക. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ കലക്ടർമാർക്ക് ആദ്യ ഗഡു എന്ന നിലക്ക് 10 കോടി രൂപ ഓരോ കലക്ടർക്കും അനുവദിച്ചിട്ടുണ്ട് ഇത് അനുവദിക്കുന്നതിന് വേണ്ടി. മാത്രമല്ല തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അവരുടെ ഫണ്ടിൽ നിന്ന് ഈ കാര്യത്തിന് പണം ചെലവഴിക്കാമെന്ന് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. അത് ഉത്തരവായി പോയി കഴിഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ നടപടികൾ ഒരുക്കുക എന്നുള്ളതാണ് കാണുന്നത്. ഇന്നലെ അങ്ങയുടെ മുൻ സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അന്വേഷണം അത് വേഗത്തിൽ ആ റിപ്പോർട്ട് ലഭിക്കുമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ആ റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടോ? ലഭിച്ചിട്ടുണ്ടെങ്കിൽ അതിന്മേൽ എന്തെങ്കിലും നടപടി CM സ്വീകരിച്ചിട്ടുണ്ടോ? അതുണ്ട്. അല്ല, ഇത് കഴിഞ്ഞിട്ട് പോരെ അത്. ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി കഴിഞ്ഞിട്ട് പോരെ അത്. ഇതിൽ ഈ ഈ ലാർജ് കമ്മ്യൂണിറ്റി ക്ലസ്റ്ററുകൾ വേഗത്തിൽ വർദ്ധിക്കുകയാണ് സംസ്ഥാനത്ത്. ഇന്നിപ്പോൾ 10 മാറിയിരിക്കുന്നു. ഈ പെട്ടെന്ന് തന്നെ ഒരു രോഗവ്യാപനം വളരെ പെട്ടെന്ന് കൂടുതൽ ഉണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തുടങ്ങേണ്ട സമയമായില്ലേ? എന്നത്തേക്കാണ് സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തുടങ്ങുക? അപ്പം ഈ മെഡിക്കൽ കോളേജിൽ ഉണ്ടായ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തന്നെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ രോഗം വ്യാപിക്കാൻ ഒരു സാധ്യത പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു സംഭവം നിലവിൽ സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടോ മെഡിക്കൽ കോളേജിൽ? ഈ രോഗവ്യാപന കാര്യത്തിൽ അതിനെ പ്രതിരോധിക്കുന്ന കാര്യത്തിൽ സ്വകാര്യ മേഖലയടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അവരുമായിട്ടുള്ള പല തലങ്ങളിലെ ചർച്ച നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ കാണുന്നത് പ്രധാനപ്പെട്ട ആശുപത്രികൾ മാത്രമല്ല, നാട്ടിൽ ഒട്ടേറെ ആശുപത്രികളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള ആശുപത്രികൾ. ആ ചെറിയ ആശുപത്രികളെ അടക്കം നമുക്ക് ഈ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റ് സെൻ്ററായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അവർ ചിലത് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല, കോവിഡ് കാരണം പ്രവർത്തിക്കാതെ നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആശുപത്രികൾ അവരുമായി ചർച്ച ചെയ്ത് അവരുടെ മനുഷ്യവിഭവശേഷി അടക്കം ഉപയോഗിച്ചുകൊണ്ട് അവിടെ തന്നെ ഈ പറയുന്ന സെൻറ്റർ ഒരുക്കാൻ നമുക്ക് സാധിക്കും. ആ തരത്തിൽ ഒരു നടപടി സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട ആശുപത്രികളുടെ കാര്യത്തിൽ ഇപ്പോൾ തന്നെ ചർച്ച നടത്തിയിട്ടുണ്ട്. ഒരു ഭാഗം ഈ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വിട്ടുകൊടുക്കാൻ അവർ സന്നദ്ധമാണ് എന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതിൻ്റെ കൂടെ അവർക്കാവശ്യമായ പരിശീലനം നൽകേണ്ടതായിട്ടുണ്ട്. ആ പരിശീലനം നൽകുന്നതിന് ആരോഗ്യവകുപ്പ് പൂർണ്ണമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ ഉൾപ്പെടെ ധാരാളം രോഗികൾ വന്നു ചേരുന്ന ആശുപത്രികൾ കൊച്ചു കുട്ടികൾ പലപ്പോഴും വരാറുണ്ട്. അവർക്ക് പ്രത്യേകമായിട്ടുള്ള പരിചരണത്തിനുള്ള സംവിധാനം ഒരുക്കുമോ? ഇപ്പോൾ ചില സ്ഥലങ്ങളിലെങ്കിലും ഇങ്ങനെ കുഞ്ഞുങ്ങൾ കൂടി ഈ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ വരുന്നിടത്ത് അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം, അതുപോലെ അവർക്ക് വേണ്ട ഒരു പീഡിയാട്രിക് കെയർ അത് കിട്ടുന്നില്ല എന്നുള്ള ചില പരാതികൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫസ്റ്റ് ലൈൻ സെന്റേഴ്സ് വരുമ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനായി പ്രത്യേക പരിചരണ സംവിധാനം ഉണ്ടാകുമോ? ഒരു പഞ്ചായത്ത് എടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന തരത്തിലുള്ള വളരെ കൂടുതൽ രോഗികൾ ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ ഇത്തരത്തിലുള്ള കുട്ടികളുടെയൊക്കെ കാര്യത്തിൽ പ്രത്യേകമായ ശ്രദ്ധ, പ്രായമായവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ, പ്രത്യേക രോഗമുള്ളവരുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ, ഇതൊക്കെ ഉണ്ടാകും, സ്വാഭാവികമായി തന്നെ ഉണ്ടാകും. അതിനാവശ്യമായ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. CM രണ്ട് കാര്യങ്ങൾ ചോദിക്കണമെന്നുണ്ട്. ഒന്ന്, നേരത്തെ സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഉയർന്നു. മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ആരോപണം ഉയരുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയെങ്കിലും പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനനുസരിച്ച് ഒരു CBI അന്വേഷണത്തിലേക്ക് കടക്കാനുള്ള സാധ്യതകളുണ്ടോ? അതിന്റെ ആവശ്യകതയുണ്ടോ?
രണ്ടാമതായി ഒന്ന്, ഇന്ന് പാലത്തായി പീഡന കേസിൽ പ്രതിക്ക് ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ഇത് ലോക്കൽ പോലീസ് അന്വേഷിച്ച അട്ടിമറിച്ചൊരു കേസ് വീണ്ടും അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത് ദുർബലമായ ജെ വകുപ്പാണ് ഇതിൽ ചുമത്തിയിരുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ് എന്ന ആരോപണവും ശക്തമാണ്. അപ്പോൾ നമ്മുടെ ഇതിപ്പോൾ കഴിഞ്ഞല്ലോ അല്ലേ? അല്ല, നിങ്ങൾക്ക് കഴിഞ്ഞു, മറ്റുള്ളവരോടാണ് ഞാൻ ചോദിക്കുന്നത്. മറ്റേ നേരത്തെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്ന ഈ കോവിഡ് വ്യാപനത്തിൻ്റെ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? ഇനിയൊന്നും ചോദിക്കാനില്ലല്ലോ. അതെ അതെ. അപ്പോൾ നമുക്കിതിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യത്തിനെടുക്കാം. ആദ്യത്തെ ചോദ്യം, ശിവശങ്കറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുന്നതിന് ചീഫ് സെക്രട്ടറിയും ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി അടങ്ങിയ സമിതിയാണ് ചുമതലപ്പെടുത്തിയിരുന്നത്. ആ സമിതിയുടെ റിപ്പോർട്ട് ഇപ്പോൾ വൈകുന്നേരം ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എം ശിവശങ്കറിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. അഖിലേന്ത്യാ സർവീസിലെ പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമുണ്ടായി എന്നാണ് കമ്മിറ്റി കണ്ടെത്തിയത്. വകുപ്പ് തല അന്വേഷണം തുടരും. അതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള കാര്യങ്ങൾ. പിന്നെ റിപ്പോർട്ടിലുള്ള മറ്റു കാര്യങ്ങൾ അത് വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം പറയാം എന്തൊക്കെയാണെന്നുള്ളത്. ഈ CMA പറഞ്ഞ നിയമനത്തിൽ സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ നിയമനം നൽകിയ കാര്യത്തിൽ ഈ ശിവശങ്കറിൻ്റെ പങ്കുണ്ടോ? എന്താണ് ഈ സമിതിയുടെ ഒരു രഹസ്യം വായിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യം? ഈ ഓൾ ഇന്ത്യ സർവീസിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാനുള്ള ശുപാർശ വന്നത്. അതിലൂടെ അങ്ങനെയാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. മറ്റു കാര്യങ്ങൾ റിപ്പോർട്ട് വിശദമായി പഠിച്ചതിന് ശേഷം പറയാം. ചീഫ് സെക്രട്ടറിയുടെ സമിതിയോട് അങ്ങ് ഈ സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ ലഭിച്ച നിയമനം, അതിൽ വ്യാജരേഖ ചമച്ച് നിയമനം നേടിയോ എന്നത് ഉൾപ്പെടെയുള്ളത് അന്വേഷിക്കാനാണല്ലോ ആദ്യം നിർദ്ദേശം നൽകിയിരുന്നത്. അങ്ങനെ ഒരു വ്യാജരേഖ ചമച്ചതായി ചീഫ് സെക്രട്ടറി കണ്ടെത്തിയിട്ടുണ്ടോ? അതിൽ കൂടുതൽ തുടർ അന്വേഷണം, പോലീസിന്റെ ഉൾപ്പെടെയുള്ള അന്വേഷണം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുമോ? വ്യാജരേഖ ചമച്ചതുമായി ബന്ധപ്പെട്ട് ഇപ്പം തന്നെ അന്വേഷണമുണ്ട്. അത് വ്യാജരേഖയാണെന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ്, ആ കാര്യത്തിൽ ഇപ്പം തന്നെ അന്വേഷണം നടക്കുന്നുണ്ട്. അത് സംസ്ഥാന പോലീസ് നടത്തിയ അന്വേഷണമാണ്. അത് ബന്ധപ്പെട്ട സ്ഥാപനം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അത് അക്കാര്യത്തിലല്ല, ഇത് സർവീസ് സംബന്ധമായ കാര്യങ്ങളിലാണ് ഊന്നൽ നൽകിയിട്ടുള്ളത്. ഞാൻ നേരത്തെ രണ്ട് കാര്യങ്ങൾ ചോദിച്ചിരുന്നു. ഒന്ന് ചോദിക്കാം ഇപ്പം. ഒന്ന്, CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുന്നത് സംസ്ഥാന പോലീസ് തന്നെ അന്വേഷണം ഈ വിഷയത്തിൽ ഒരു കൃത്യമായ അന്വേഷണം ഉണ്ടാകുമോ എന്ന സംശയം നിലനിൽക്കുന്നു. ഒന്ന് പറയട്ടെ. ഇതിൽ കാണേണ്ടത്, ഇതിൽ അന്വേഷിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ടതാണ്. ആ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിന് തോന്നുന്നു അത് തീവ്രവാദ പ്രോത്സാഹനത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നത്. ഇത് രണ്ടും ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രണ്ടും അന്വേഷിക്കുന്നത് കേന്ദ്ര ഏജൻസി തന്നെയാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന പോലീസിനൊന്നും ചെയ്യാനില്ല. സംസ്ഥാന പോലീസല്ല അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കേണ്ടത്. സംസ്ഥാന പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് ഈ പറയുന്ന ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് ചേരുമ്പോൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി ആ സർട്ടിഫിക്കറ്റ് വ്യാജമാണ് എന്ന് പിന്നീട് ആരോപണം വന്നിട്ടുണ്ട്. അത് പരാതിയായി വന്നു. ആ പരാതിയെക്കുറിച്ചാണ് സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത്. ആ അന്വേഷണം കൃത്യമായി സംസ്ഥാന പോലീസ് നടത്തും. അത് അന്വേഷിക്കുന്നതിന് CBIയുടെ ആവശ്യമൊന്നുമില്ല. മറ്റത് കേന്ദ്രമാണ് തീരുമാനിക്കേണ്ടത് ഏത് ഏജൻസി അന്വേഷിക്കണമെന്ന്. അവർ ഫലപ്രദമായി NIA അടക്കം തീരുമാനിച്ചുകൊണ്ട് അന്വേഷണം തുടരുകയാണ്. CM ഒരു കാര്യം, ഇപ്പോൾ ഇതോടൊപ്പം തന്നെ വിവാദമായ ഒരാളാണ് അരുൺ ബാലേന്ദ്രൻ എന്ന് പറയുന്നത്. CMന്റെ IT ഫെലോ എന്നാണ് അദ്ദേഹം ഐഡന്റിറ്റി കാർഡ് ഉപയോഗിച്ച് പോകുന്നത്. അദ്ദേഹത്തെ ഇപ്പം ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നും ഒക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തെ നിയമിച്ചത് CM അറിഞ്ഞിട്ടാണോ, അദ്ദേഹത്തെ അറിയാമോ, ഇദ്ദേഹത്തിനെ മാറ്റിയത് ആരാണ്? സർക്കാർ ഉത്തരവോടുകൂടിയാണോ മാറ്റിയത്? ഒന്ന് വിശദീകരിക്കാമോ? ഇത്തരം കാര്യങ്ങളിലൊക്കെ അന്വേഷണങ്ങൾ നടക്കുകയല്ലേ. ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി കാര്യങ്ങൾ വരട്ടെ. ആർക്കൊക്കെ എന്തൊക്കെ ഉത്തരവാദിത്വമുണ്ട്, പങ്കുണ്ട്, അത് മുഴുവൻ പുറത്ത് വന്നോട്ടെ. നമ്മളെന്തിനാണ് ധൃതി കൂട്ടുന്നത്? വരട്ടെ കാര്യങ്ങൾ പുറത്ത്. അല്ല, അദ്ദേഹത്തിന് ഇങ്ങനൊരു CMന്റെ IT ഫെലോ എന്ന് പറയുന്നൊരു പോസ്റ്റ് നിയമിച്ചത് CM അറിഞ്ഞിട്ടാണോ? ഏതായാലും ഇപ്പോൾ IT ഫെലോ ഇല്ലല്ലോ.
IT ഫെലോ എല്ലാവരും ഇപ്പോൾ അത് നിലവിലില്ലാലോ. പക്ഷേ അവിടെ 4 വർഷം ആ ഒരു പോസ്റ്റിൽ ഇങ്ങനെ ഒരുപാട് ഇവിടെ നടന്ന പ്രധാനപ്പെട്ട പരിപാടികളൊക്കെ മുഖ്യ സംഘാടകരായിട്ട് നടന്നു. 4 വർഷം ഉണ്ടാകണമെങ്കിൽ ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ അയാൾ തുടങ്ങണം. നമ്മുടെ IT രംഗത്ത് ഇത്തരം കാര്യങ്ങൾ വരുന്നത് തന്നെ ചില വർഷങ്ങൾ പിന്നിട്ടതിന് ശേഷമാണ്. ചില നിർദ്ദേശങ്ങളുടെ ഭാഗമായി IT വികസനത്തിൻ്റെ കാര്യമായി ചില നിർദ്ദേശങ്ങൾ വന്നപ്പോൾ സ്വീകരിച്ച നടപടികളായിരുന്നു. അന്നൊന്നും IT ഫെലോ ഇല്ല. അതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇപ്പോൾ അദ്ദേഹം അഡ്വൈസറി കമ്മിറ്റി ആയിട്ടിരിക്കുകയാണ്, അംഗമായിട്ടിരിക്കുകയാണ്. ആ കമ്മിറ്റിയിൽ ഈ ഷിബുലാലിനെ പോലെയും ഒക്കെയുള്ള പ്രമുഖരായിട്ടുള്ള ആളുകളെ കൂടാണ് ഇദ്ദേഹം ഈ തട്ടിപ്പുകാരനായിട്ടുള്ള ആളും ഇരിക്കുന്നത് എന്നുള്ളത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അല്ലേ, അതുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായ വിവരങ്ങൾ പുറത്തു വരട്ടെ. പുറത്തു വരുന്ന മുറക്ക് നമുക്ക് ഓരോ നടപടിയും സ്വീകരിക്കാമല്ലോ. ഇപ്പോൾ അദ്ദേഹത്തിന് മറ്റ് സ്ഥാനങ്ങളൊന്നും നിലവിലില്ല. പാലത്തായി കേസ് 2 വട്ടം ചോദിച്ചിരുന്നു. സിഎമ്മിന്റെ പ്രതികരണം. പാലത്തായി കേസിൻ്റെ അന്വേഷണം നടന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേസ് ചാർജ് ഷീറ്റ് ചെയ്തിട്ടുണ്ട്. ചാർജ് ഷീറ്റ് കഴിഞ്ഞപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കോടതി ഇപ്പോൾ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അതാണ് ഉള്ള സംഭവം. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. അരുൺ ബാലേന്ദ്രനെ പറ്റിയുള്ള ചോദ്യം തന്നെയാണ്. അത്തരത്തിൽ നിരവധി പ്രൊഫഷണൽസ് എന്ന പേരിൽ പല ആളുകളും IT ഉൾപ്പെടെ പല വകുപ്പുകളിലുമുണ്ട്. സർക്കാരിന് പുറത്തുള്ള, സർക്കാർ ജീവനക്കാരല്ല, പുറത്തുള്ള നിയമനങ്ങളാണ്. അത് ചിലരുടെ താല്പര്യപ്രകാരം കൊണ്ടുവച്ചതാണെന്ന ആരോപണമാണ് ഇപ്പോൾ തെളിയിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തരത്തിൽ നിയമനങ്ങൾ മൊത്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിസിറ്റിംഗ് കാർഡ് അടക്കം ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നു, അരുൺ ബാലേന്ദ്രൻ. അത്തരം ആളുകൾ പ്രൊഫഷണൽസ് എന്ന പേരിൽ സർക്കാരിനൊപ്പം കൂടിയിട്ടുള്ള ആളുകളുടെ മൊത്തത്തിലുള്ള ഒരു യാഥാർത്ഥ്യം, അവർ യഥാർത്ഥത്തിൽ പ്രൊഫഷണൽസ് ആണോ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകാരാണോ എന്ന് പരിശോധിക്കാൻ നടപടി ഉണ്ടാകും. തീർച്ചയായും IT മേഖലയിലെ ഈ ഒരു നിയമനം സംബന്ധിച്ച് അന്വേഷിക്കാനാണല്ലോ ഇവരെ ചുമതലപ്പെടുത്തിയിരുന്നത്. അവരാ ചുമതല നിർവഹിച്ചപ്പോൾ ഒരു കാര്യവും കൂടി പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഓർക്കുകയാണ് ആ റിപ്പോർട്ടിലുള്ള കാര്യം. അതായത് പറഞ്ഞതെല്ലാം നോക്കി വിശദമായിട്ട് പറയുക എന്നുള്ളത്. അതിൽ പറഞ്ഞ കാര്യം, ഒന്ന്, ഇതുമായി ബന്ധപ്പെട്ട് IT മേഖലയിലുള്ള വിവിധ സ്ഥാപനങ്ങളിലെ നിയമനങ്ങൾ ക്രമത്തിലാണോ എന്ന കാര്യം പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ്. ആ പരിശോധനയ്ക്കുള്ള സംവിധാനം ഒരുക്കുന്നുണ്ട്. അത് ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഉണ്ടാകും. അത് പ്രത്യേകമായിട്ട് തന്നെ അന്വേഷിക്കും. CM ഈ അരുൺ ബാലചന്ദ്രന്റെ നിയമനത്തിൽ CM ഈ കാര്യം CM-നെ അറിയിച്ചുകൊണ്ടാണോ ഇതുപോലെ IT സെക്രട്ടറിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോഴും അതുപോലെ തന്നെ കോൺട്രാക്റ്റിൽ ആളുകളെ നിയമിക്കുമ്പോഴും മറ്റും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രത കുറവ് ഉണ്ടായതായിട്ട് സർക്കാരിന് വിലയിരുത്തലുണ്ടോ? IT ഫെലോസിനെ എടുത്തത് IT രംഗത്തുള്ള വിദഗ്ധർ കൂടി ചേർന്നുകൊണ്ടായിരുന്നു. അതിൻ്റെ കാര്യങ്ങൾ എന്താണെന്ന് ഇനി പരിശോധിച്ചേ പറയാൻ പറ്റൂ. അത് വിദഗ്ധർ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുന്ന പല വിദഗ്ധരും അതിനകത്തുണ്ട്. സാധാരണ രംഗത്ത് ഈ രംഗത്തുള്ള പ്രമുഖരായ വിദഗ്ധർ. അപ്പോൾ അതിൻ്റെ മറ്റു കാര്യങ്ങൾ പരിശോധിച്ച് ഇനി നമ്മളതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കേണ്ടതായിട്ടുള്ളൂ. സാധാരണ സംശയിക്കുന്ന ഒരു കേസ് കസ്റ്റംസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്, NIA. ആ കേസിൽ പ്രതികളെന്ന് സംശയിക്കപ്പെടുന്നവർ നൽകിയ മൊഴിയിൽ ആരോപണ വിധേയനായ അറ്റാഷെ UAE ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ട് വഴി ഡൽഹിയിലെത്തുകയും ഡൽഹി എയർപോർട്ടിൽ നിന്ന് ദുബായിലേക്ക് പോവുകയും ചെയ്തു. ഇത് ഒരു വീഴ്ചയാണോ? അദ്ദേഹത്തിന് ഇവിടെ നിന്ന് നാട് കടത്തിയതാണോ? സാക്ഷികൾ ഒളിച്ചു പോയതാണോ ഇത്? അല്ല, ഈ കാര്യത്തിൽ ഗൗരവമായ അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു വിട്ടുവീഴ്ചയും അതിനകത്ത് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെൻറ്റാണ് അന്വേഷിക്കുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഏജൻസികൾ അന്വേഷിക്കുന്നൊരു കാര്യം, അതിൻ്റെ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ദൗർബല്യം സംഭവിച്ചുവെന്ന് ഇപ്പോൾ ഞാൻ കാണുന്നില്ല. മറ്റു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് പിന്നീട് കടക്കാം. ഇപ്പോൾ നമ്മുടെ സമയമായി, ബാക്കി പിന്നെ ആവാം.